നമസ്കാരം 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കോർപ്പറേഷനുകളും മുനിസിപ്പൽ കൗൺസിലുകളും നയിക്കാൻ ആരൊക്കെ? നഗരസഭകളിലേക്കുള്ള അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന്. തിരുവനന്തപുരത്ത് വി രാജേഷും RP ശിവജിയും മേയർ സ്ഥാനാർത്ഥികൾ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി തീരുമാനിച്ചതിൽ കോൺഗ്രസിന് അതൃപ്തി. തിരുവനന്തപുരം നഗരസഭാ കൗൺസിലേക്കുള്ള സത്യപ്രതിജ്ഞയിൽ ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിച്ചേക്കും. പരിഗണിക്കുന്നത് BJP കൗൺസിലർമാർക്കെതിരെ CPM നൽകിയ ഹർജി. ബലിദാനികളുടെയും കാവിലമ്മയുടെയും അയ്യപ്പന്റെയും ഒക്കെ പേരിൽ സത്യവാചകം ചൊല്ലിയത് നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ. 20 കൗൺസിലർമാരെ മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. UDFന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിലെ VK വിനിമോൾ മേയറാകും. കോൺഗ്രസ് കൗൺസിലർ ദീപക് ജോയാണ് ഡെപ്യൂട്ടി മേയർ. ഇടതുമുന്നണിയും മത്സരരംഗത്തുണ്ട്. അംബിക സുദർശനാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. CPM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ കോഴിക്കോട് കോർപ്പറേഷനിൽ O സദാശിവനും ഡോക്ടർ ജയശ്രീയുമാണ് മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥികൾ. SK അബൂബക്കർ UDFന്റെ മേയർ സ്ഥാനാർത്ഥിയാകും. 76 അംഗ കൗൺസിലിൽ LDFന് 35 അംഗങ്ങളും UDFന് 26 അംഗങ്ങളും NDAക്ക് 13 അംഗങ്ങളുമാണ് ഉള്ളത്. പാലക്കാട് നഗരസഭയിൽ C കൃഷ്ണകുമാർ പക്ഷത്തെ വെട്ടി BJP സംസ്ഥാന നേതൃത്വം. P സ്മിതേഷ് BJP ചെയർമാൻ സ്ഥാനാർത്ഥിയാകും. T ബേബി വൈസ് ചെയർപേഴ്സണാകും. മുൻ വൈസ് ചെയർമാനും സംസ്ഥാന ട്രഷററുമായ E കൃഷ്ണദാസിനെ ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. കൃഷ്ണദാസ് അവസാന നിമിഷം കൃഷ്ണകുമാർ പക്ഷത്തിനൊപ്പം ചേർന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. ചോദ്യം ചെയ്യാൻ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കയിലിരിക്കെ ട്രെയിൻ ടിക്കറ്റ് നിരക്ക് വർധന പ്രാബല്യത്തിൽ. non-AC കോച്ചിലെ യാത്രയ്ക്ക് 500 കിലോമീറ്ററിന് 10 രൂപ കൂടി. മെയിൽ എക്സ്പ്രസ് വിഭാഗങ്ങളിലെ non-AC AC കോച്ചിലെ നിരക്കും ഉയർന്നു. നിരക്ക് വർധനയിലൂടെ റെയിൽവേക്ക് 600 കോടി രൂപ അധിക വരുമാനം. TTE അനുവദിക്കുന്ന ടിക്കറ്റിനും ഇന്നു മുതൽ ഉയർന്ന നിരക്ക്. വയനാട് വണ്ടിക്കടവിലെ നരഭോജിക്കടുവ കൂട്ടിൽ അകപ്പെട്ടത് പുലർച്ചെ 1:30-ഓടെ. കൂട്ടിലായത് 14 വയസ്സുള്ള ആൺകടുവ. ബംഗ്ലാദേശിൽ കലാപത്തിന് അറുതിയില്ല. കലാപത്തിനിടെ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. മോഷണം ആരോപിച്ച് ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്നു. നമുക്ക് വിശദമായ വാർത്തകൾ നോക്കാം. മുനിസിപ്പൽ കൗൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. നഗരസഭാ ചെയർപേഴ്സൺമാരുടെയും കോർപ്പറേഷൻ മേയർമാരുടെയും തെരഞ്ഞെടുപ്പ് രാവിലെ 10:30-ക്കാണ്. ഉപാധ്യക്ഷന്മാരെയും ഡെപ്യൂട്ടി മേയർമാരെയും ഉച്ചയ്ക്ക് 2:30-ക്ക് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുക്കും. തിരുവനന്തപുരം നഗരസഭയിൽ VV രാജേഷാണ് BJPയുടെ മേയർ സ്ഥാനാർത്ഥി. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നിമിഷത്തിലേക്കാണ് കടക്കുന്നത്. ആദ്യ BJP മേയറായി VV രാജേഷിനെ തെരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശം? അശ്വതി, അത് തന്നെയാണ്, ചരിത്രം തന്നെയാണ് മാറുന്നത്. ചരിത്രം തന്നെയാണ് തലസ്ഥാനത്ത് വഴിമാറുന്നത്. ഇവിടെ ഞാനുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കൗൺസിൽ ഹാളിലാണ്. അവിടെ ഈ പഴയ മേയർമാരുടെ ചിത്രങ്ങളുണ്ട്, പഴയ മേയർമാരുടെ ഫോട്ടോകളുണ്ട്. അവിടെ എല്ലാം ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM, CMBയുടെ MB പത്മനാഭൻ ദീർഘകാലം മേയറായിരുന്നു. അവിടേക്കാണ് ഇനി പുതിയ മേയറായി VV രാജേഷ് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ചരിത്രം. ഏറ്റവും ഒടുവിൽ ഇവിടെ ആര്യ രാജേന്ദ്രൻ വരെ, ശ്രീകുമാറും പ്രശാന്തും ചന്ദ്രയും ശിവൻകുട്ടിയും തുടങ്ങി ആര്യ രാജേന്ദ്രൻ വരെ മുൻ മേയർമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുമ്പോൾ അടുത്തത് മേയറായി വരാൻ പോകുന്നത് VV രാജേഷ് ആകുമെന്ന് ഉറപ്പാണ്. അത്ഭുതങ്ങൾ ഇനി സംഭവിക്കാനില്ല. ഒരേ ഒരു പ്രശ്നമുള്ളത് 20 BJP കൗൺസിലർമാർ അവിടെ സത്യപ്രതിജ്ഞ ചട്ടലംഘനം ആരോപിച്ച് CPM കോടതിയിൽ പോകുന്നുണ്ട്. അതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഇന്ന് 10:30-ക്ക് മുമ്പുണ്ടാവുകയും അവരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്ക് ചെയ്താൽ മാത്രമേ ഇപ്പോൾ VV രാജേഷ് മേയറാകാനുള്ള സാധ്യതയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സമുണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ VV രാജേഷ് BJPയുടെ സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി ചുമതലയേറ്റെടുക്കും. BJPയുടെ ദീർഘകാല സ്വപ്നങ്ങളിലൊന്ന്. എപ്പോഴും അവർ പറയുന്നത് നഗരഭരണം പിടിക്കും. പ്രധാനമന്ത്രി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുമ്പോൾ, രാഷ്ട്രപതി ഇവിടെ വരുമ്പോൾ സ്വീകരിക്കാൻ BJPയുടെ മേയർ ഉണ്ടാകും. ആ കറുത്ത ഗൗണിട്ട് BJP മേയർ സ്വീകരിക്കുന്നതിന് കുറേ നാളുകളായി BJP അവകാശവാദം ഉന്നയിച്ചതാണ്. അവരുടെ രാഷ്ട്രീയ ശത്രുക്കൾ അത്
പരിഹസിച്ച് തള്ളിയതാണ്. പക്ഷേ അതെല്ലാം യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ 10:00-ക്കാണ് മേയർ തെരഞ്ഞെടുപ്പ്. വി രാജേഷാണ് BJPയുടെ സ്ഥാനാർത്ഥി. CPM-ന്റെ ഇടതുമുണ്ട് സ്ഥാനാർത്ഥിയായി പുന്നക്കാമുകൾ കൌൺസിലർ RP ശിവജി മത്സരിക്കും. കോൺഗ്രസിൽ നിന്ന് മുൻ MLA കൂടിയായ കവടിയാർ വാർഡ് കൌൺസിലർ K ശബരിനാഥൻ മത്സരിക്കും. 50 കൌൺസിലർമാരാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണയടക്കം 51 BJPയുടെ ടാലി ഉയരും. 51 കേവല ഭൂരിപക്ഷത്തിന് നഗരസഭയിൽ വേണ്ടത്. അതിൽ തന്നെ BJP എത്തുകയാണ്. അതായത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കണ്ണമ്പുരയിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥിയെ കൂടി BJP ഒപ്പം നിർത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാകും. ആ ധൈര്യത്തിൽ അവർക്ക് 5 വർഷവും കൌൺസിൽ ഭരണം കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയാണ് BJPക്ക് ഉള്ളത്. മറ്റൊരു സ്വതന്ത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പിന്തുണയൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും BJP കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും 29 കൌൺസിലർമാരാണ് ഇടതു മുന്നണിക്ക് നഗരസഭയിലുള്ളത്. 29 കോൺഗ്രസിന് 19 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ആകെ വോട്ട് 3 വിഭജിച്ചു പോകും. അങ്ങനെ വരുമ്പോൾ വി രാജേഷിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറഞ്ഞത് 51 വോട്ട് കിട്ടണം. ആ 51 വോട്ട് കിട്ടുകയും രണ്ടാമത് വരുന്ന RP ശിവജിക്ക് കിട്ടാൻ പോകുന്നത് 29 വോട്ടാണ് കിട്ടേണ്ടത്. ഏതെങ്കിലും കൌൺസിലർമാർ അവധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറാം, അല്ലെങ്കിൽ ആരെങ്കിലും മാറ്റി ചെയ്താൽ അതിന് സാധ്യതയില്ല. കാരണം ഓപ്പൺ വോട്ടാണ് ഉണ്ടാവുക. ആർക്ക് വോട്ട് ചെയ്ത് കൃത്യമായി അറിയാൻ കഴിയും. അതുകൊണ്ട് അത്തരമൊരു അട്ടിമറിക്കൊന്നും സാധ്യതയില്ല. അങ്ങനെ വന്നാൽ 51 29 UDF-ന് 19. അതിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവ് കൂടിയാണ് പൗണ്ട് കടവിൽ വിജയിച്ച സുധീഷ് ആർക്ക് വോട്ട് ചെയ്യുന്ന കാര്യമാണ് ഇനി അറിയാനുള്ള ഒരു കാര്യം. ഏതായാലും അങ്ങനെ ആദ്യം വരുന്ന 2 പേർ വി രാജേഷും RP ശിവജിയുമാകും. പിന്നെ അവർ തമ്മിലാകും വീണ്ടും മത്സരം, വോട്ടെടുപ്പ്. അല്ലെങ്കിൽ CPM പിന്മാറണം. അങ്ങനെ പിന്മാറാൻ സാധ്യത കുറവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയെങ്കിൽ 2 തവണ വോട്ടെടുപ്പ് നടത്തേണ്ടി വരും. അതിനൊടുവിൽ വി രാജേഷിനെ മേയറായി പ്രഖ്യാപിക്കും. ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഡയസിൽ ഇവിടെയാണ് വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ നടക്കുക. ഈ കോർപ്പറേഷൻ സെക്രട്ടറി വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ നേതൃത്വം നൽകും. അതിനുശേഷം വോട്ട് എണ്ണിക്കഴിഞ്ഞാൽ വി രാജേഷിനെ മേയറായി പ്രഖ്യാപിക്കും. രാജേഷ് ചുമതല ഏറ്റെടുക്കും. അവിടെയാണ് ചരിത്ര നിമിഷത്തിലേക്ക് തിരുവനന്തപുരം നഗരസഭ മാറുന്നത്. നഗരഭരണം BJPയിലേക്ക് എത്തുന്നു. BJPയുടെ മേയർ നഗരഭരണത്തിന്റെ സാരഥ്യത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തമാണ് കാത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കൌൺസിൽ ഹാളിൽ പ്രധാനപ്പെട്ട പഴയ മുൻ മേയർമാരുടെ മാത്രമല്ല പ്രധാനപ്പെട്ട നേതാക്കളുടെ ചിത്രങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. എനിക്ക് കാണുന്ന ഈ ഇടതുവശത്ത് ഇവിടെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ ഒരു ടാഗോടുകൂടി ഒരു ചിത്രം, EMS-ന്റെ ഒരു ചിത്രം വച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന നാളുകളിൽ ഈ ചിത്രം ഇവിടെ ഉണ്ടാകുമോ, വേറെ ഏതൊക്കെ നേതാക്കളുടെ ചിത്രങ്ങൾ ഇവിടേക്ക് വരും എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്. അങ്ങനെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി നിലയാണ് ഇവിടെ ഉള്ളതെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാരുടെ ചിത്രങ്ങൾ വരാം, മറ്റു നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ ഇവിടെ വരാം. അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരഭരണം മാറുകയാണ്. അതിന്റേതായ വലിയ ആവേശം BJP പ്രവർത്തകർക്കുണ്ട്. ആശങ്ക വലത് മുന്നണികൾക്ക് ഉണ്ട്. വലിയ സംഘർഷ ഭൂമിയായി പ്രദേശമായി നഗരസഭയും ഓഫീസും ഒക്കെ മാറും. അതിശക്തരായ പ്രതിപക്ഷമുണ്ട്. വി രാജേഷിനെ മേയറാക്കാൻ BJP നേതൃത്വം തീരുമാനമെടുത്തതിന് പ്രധാന കാരണം തന്നെ രാജേഷ് സജീവമായി രാഷ്ട്രീയത്തിലുള്ള വളരെ കൃത്യമായി രാഷ്ട്രീയ പരിചയമുള്ള നേതാവാണ്. പ്രതിപക്ഷ നിരയിൽ ഇരിക്കാൻ പോകുന്നത് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ RP ശിവജിയും, അദ്ദേഹം നേരത്തെയും കൌൺസിലായിരുന്ന ആളാണ്. SP ദീപകിനെ പോലുള്ള നേതാക്കളുണ്ട്. മഞ്ജൂർ ബാബുവിനെ പോലെ കൌൺസിൽ പരിചയമുള്ള നേതാക്കളുണ്ട്. അപ്പുറത്ത് ഭാഗത്താകട്ടെ K ശബരിനാഥനെ പോലെ 2 തവണ നിയമസഭയിലെത്തിയ ആ പരിചയം കൂടിയുള്ള നേതാക്കളുണ്ട്. അങ്ങനെ അതിശക്തരായ ഒരു പ്രതിപക്ഷ നിരയെ കൂടി ഇവിടെ കാണാൻ നമുക്ക് കഴിയും. പ്രതിപക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ നീക്കങ്ങളെല്ലാം അതിസൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷമുണ്ടാകും. ആ ഒരു ജാഗ്രത ഉണ്ടാകുമെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വി രാജേഷ് വ്യക്തമാക്കിയിരുന്നു. അത്തരം അതിശക്തമായ പ്രതിപക്ഷമുള്ളത് തങ്ങളുടെ ജാഗ്രത ഒന്നുകൂടി വർദ്ധിപ്പിക്കും. ഓരോ തെറ്റും ആ രീതിയിൽ ഉയർത്തിക്കാട്ടപ്പെടും. അതുകൊണ്ട് തന്നെ ആ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകും. ക്രിയാത്മക പ്രതിപക്ഷമായി മാറുമെന്ന പ്രതീക്ഷയാണ് BJP ഈ ഘട്ടത്തിൽ CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ ആ രീതിയിലാണ് കാണുന്നത്. ഏതായാലും
വളരെ നിർണായകമായ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാവുകയാണ് തലസ്ഥാന നഗരത്തിൽ, നഗര ഭരണത്തിൽ. അതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകർക്ക് സ്വാഭാവികമുണ്ടാകുന്ന ഒരു സംശയം, ഇന്ന് തിരുവനന്തപുരത്തെ കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞ വളരെ വിവാദമായിരുന്നു. കാവിലമ്മയുടെയും ആറ്റുകാലമ്മയുടെയും ഒക്കെ പേരിലുള്ള സത്യപ്രതിജ്ഞ നടത്തിയിരുന്നു. അവരെയൊക്കെ മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് പരിഗണിച്ചേക്കുമെന്ന് അറിയുന്നു. അത് ഈ വോട്ടെടുപ്പിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കോടതി ആരംഭിച്ച ഉടൻ തന്നെ അത്തരമൊരു നീക്കം നടത്താൻ CPM തയ്യാറെടുക്കുകയാണ്. ടുഡേ മൂവ് ചെയ്യാനാണ് ഹൈക്കോടതിയിൽ. പക്ഷേ അങ്ങനെ മൂവ് ചെയ്താലും 10:30 വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കോടതിയിൽ നിന്നൊരു തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ മേയർ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കാനിടയില്ല. 20 പേരാണ് കാവിലമ്മയുടെയും അതുപോലെ തന്നെ അയ്യപ്പന്റെയും ഉദയന്നൂർ ദേവിയുടെയും ആറ്റുകാൽ ദേവിയുടെയും ഒക്കെ പേരിൽ, ബലിദാനികളുടെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് വളരെ അപൂർവമായ സത്യപ്രതിജ്ഞയാണ് ഈ തലസ്ഥാന കൌൺസിലിലേക്ക് നടന്നത്. 2 UDF കൌൺസിലർമാരും അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ 22 പേർക്കെതിരെയാണ് CPMന്റെ ആരോപണം. 20 പേരുകൾ വെച്ചാണ് ഇന്നലെ CPM അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതി കൊടുത്തത്. കോൺഗ്രസ് കൌൺസിലർമാർക്കെതിരെ കൂടി പരാതി നൽകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവിക 22 പേർ മാറി നിന്നാൽ അത് ഈ ബലാബലത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. 29 ഇടതുമുന്നണിയുടെ അംഗസംഖ്യ. ഇപ്പോൾ അംഗബലം 22 29 അവിടെ BJPയുടെ 20 കുറയുമ്പോൾ 31 അത് ചുരുങ്ങും. അപ്പോൾ വീണ്ടും കണക്കുകളിൽ വലിയ കൗതുകമുണ്ടാകും. പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നില്ല. കാരണം രാവിലെ തന്നെ 10:30 മുമ്പ് ഈ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് വോട്ടെടുപ്പിൽ നിന്ന് അവരെ വിലക്കണം. അവരുടെ സത്യവാചകം ചൊല്ലൽ, സത്യപ്രതിജ്ഞ ക്രമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണെന്നാണ് ആരോപണം. അതുകൊണ്ട് തന്നെ അതിലൊരു തീർപ്പ് ഉടൻ ഉണ്ടാകാനിടയില്ല. അത് കോടതി ഇന്ന് പരിഗണിച്ചാലും ഒരുപക്ഷെ മേയർ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ശേഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപക്ഷെ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് ശേഷം 2:30 ഉണ്ട്. അതിനു മുമ്പ് തന്നെ അതൊരു തീരുമാനം വന്നേക്കാം. എങ്കിൽ അവിടെ ഒരു പ്രശ്നത്തിന് സാധ്യതയുണ്ട്. കോടതി CPMന്റെ ഈ വാദം അംഗീകരിച്ച് ഈ കൌൺസിലർമാരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഒരുപക്ഷെ വീണ്ടും വളരെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടാക്കിയേക്കാം. പക്ഷേ അത് അത്രത്തോളം എളുപ്പമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും അല്ലെങ്കിൽ സ്വാഭാവികം വളരെ അനായാസം BJP ജയിച്ചു വരും. അവർക്ക് അതിനുള്ള മാൻഡേറ്റ് ജനങ്ങൾ നൽകിയതാണ്. 50 എന്ന അവർക്ക് 50 കൌൺസിലർമാർ എഴുതും, ഒരു സ്വതന്ത്രം ഉൾപ്പെടെ 51 എന്ന വളരെ കൃത്യമായ കണക്കിലേക്ക് BJP എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാകാനിടയില്ല എന്നാണ് പൊതുവിൽ കരുതുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി കൂടി, ഹർജി കൂടിയുണ്ട്. അത് ചട്ടവിരുദ്ധമാണ്. സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയൊക്കെ വിധിയുണ്ട് ഇത്തരം സത്യപ്രതിജ്ഞകൾ ചട്ടവിരുദ്ധമാണ് എന്നുള്ളത്. വേണമെങ്കിൽ ഇവരെ വീണ്ടും 1 മാസത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മതിയാകും. ഈ ചട്ടപ്രകാരം ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ഒക്കെ എടുത്ത് ഇവർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ അവസരമുണ്ട്. അവരുടെ അംഗത്വത്തോടുകൂടി നഷ്ടമാകുന്ന സാഹചര്യമൊന്നും ഉണ്ടാകില്ല. പക്ഷേ അവർ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തത് ശരിയല്ല, അത് ചട്ടവിരുദ്ധമെന്നാണ് CPMന്റെ പരാതിയും ആരോപണവും. അതിൽ അവരെ ഇന്ന് വോട്ടെടുപ്പിൽ നിന്ന് തടയണമെന്നാണ് CPMന്റെ ആവശ്യം. അവിടെയാണ് അതിലൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ ജാഗ്രതയും സൂക്ഷ്മതയും BJPയുടെ ഒക്കെ ഭാഗത്ത് പറഞ്ഞാൽ അവർക്കെതിരെയുള്ള നീക്കവുമാക്കി കാണാൻ കഴിയുന്ന കാര്യം. ഏതായാലും അത് ഇന്ന് തന്നെ അതിൽ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മേയർ തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കാനുള്ള സാധ്യത തീർത്തും വിരളവുമാണ്. ശരി, VV അരുണാണ് വിശദവിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ഐക്യമോ മുന്നണിയോ ഉണ്ടാക്കില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. UDFന് വ്യക്തമായ ഭൂരിപക്ഷമുള്ള കൊച്ചി കോർപ്പറേഷനിൽ കോൺഗ്രസിലെ VK മിനിമോൾ മേയറാകും. കോൺഗ്രസ് കൌൺസിലർ ദീപക് ജോയിയാണ് ഡെപ്യൂട്ടി മേയർ. ഇടതുമുന്നണിയും മത്സരരംഗത്തുണ്ട്. അംബിക സുദർശനാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥി. വിവരങ്ങളുമായി ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഡാനി, ഗുഡ് മോർണിംഗ്. പ്രഖ്യാപനത്തിന് ശേഷം വലിയ വിവാദമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് കൊച്ചി കോർപ്പറേഷൻ. ഇപ്പോൾ മിനിമോൾ മേയറാകാൻ ഒരുങ്ങുമ്പോൾ എന്തൊക്കെയാണ് വിവരം? അശ്വതി, മറ്റു വിവാദങ്ങൾ അവസാനിച്ചു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് DCCക്കുള്ളത്, എറണാകുളം DCCക്കുള്ളത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായ ചർച്ചകൾ വന്നിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്ന പേരുകൾ അതിന് മാറ്റം വരുന്നു. അതിന്റെ ഒരു പ്രയോറിറ്റിയിൽ തന്നെ, മുൻഗണനാക്രമത്തിൽ തന്നെ മാറ്റം വരുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഒരാൾ മാറ്റപ്പെടുന്നു. അപ്പോൾ ഇത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു. അത് ഏത് രീതിയിലേക്ക് പോകും, ഇത്രയും വലിയ ഒരു വിജയം സമ്മാനിച്ചിട്ട് അതിന്റെ മുഴുവൻ ശോഭയും കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു വിലയിരുത്തലെല്ലാം തന്നെ DCCക്ക് ഉണ്ടായിരുന്നു, കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയും എല്ലാം തന്നെ
ചെയ്തു. ഇപ്പോൾ നമ്മൾ എറണാകുളം GCCയിലാണ്. ഓരോ കൌൺസിലർമാരായിട്ട് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് ഒരുമിച്ച് ഇവിടെ കൌൺസിൽ ഹാളിലേക്ക് പോകാം എന്നതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തീരുമാനിക്കപ്പെട്ട പ്രകാരം എല്ലാവർക്കും വിപ്പ് നൽകിയിരിക്കുന്നു. VK മിനിമോൾ മേയറായും അതോടൊപ്പം തന്നെ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറായും, കോൺഗ്രസിൽ തന്നെ ദീപക് ജോയ് ഡെപ്യൂട്ടി മേയറായി. ഇത് ഒരു ആദ്യഘട്ടം എന്ന രീതിയിലാണ്. 2.5 വർഷത്തിന് ശേഷം ഇതിന് മാറ്റമുണ്ടാകുമെന്നതാണ് എറണാകുളം DCC തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഷൈനി മാത്യു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ഷൈനി മാത്യു മേയറാകും. അതോടൊപ്പം KVP കൃഷ്ണകുമാർ രണ്ടാം ഘട്ടത്തിൽ ഡെപ്യൂട്ടി മേയറാവുകയും ചെയ്യും. അങ്ങനെ പല രീതിയിലും ജാതി സമവാക്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും എല്ലാം തന്നെ ചേരുവകൾ ചേർത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്ന, അല്ലായെങ്കിൽ പറഞ്ഞു കേട്ടിരുന്ന പേര് ദീപ്തി മേരി വർഗീസിന്റെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഗ്രൂപ്പ് പോരാട്ടത്തിലും അതോടൊപ്പം തന്നെ ലത്തീൻ സഭയുടെ ഒരു ഇടപെടലും ഇതെല്ലാം തന്നെ ദീപ്തിക വിനിയായി എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങൾക്ക് ആ രീതിയിലേക്കുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിലും അത് അവസാന ഘട്ടത്തിൽ ഏറ്റവും അവസാനത്തെ മണിക്കൂറിലാണ് ദീപ്തിയുടെ പേര് അട്ടിമറിക്കപ്പെടുന്നത്. വലിയ സജീവമായിരുന്നു. ഒരുപക്ഷെ ഈ മേയർ വീതം വെപ്പിൽ ആദ്യത്തെയും ദീപ്തിയാകുമെന്ന ഒരു വിലയിരുത്തലും പറച്ചിലുമെല്ലാം തന്നെ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിന് മാറ്റം വരികയും ചെയ്തു. ആ പേരുകൾ VK മിനിമോളിലേക്കും ഷൈനി മാത്യുവിലേക്കും തന്നെ മാറുകയായിരുന്നു. VK മിനിമോൾ ഇത് തുടർച്ചയായി 4ാം ടൈമിലേക്കാണ് കൌൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണ്. അങ്ങനെ നിരവധി തവണയായി കൌൺസിൽ രംഗത്ത് ഈ കൌൺസിലിൽ വലിയ രീതിയിലുള്ള ഒരു ഭരണ പരിചയം അവർക്കുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംഘടനാ രംഗത്തും വളരെ സജീവമാണ്. പല സമരമുഖങ്ങളിലുമെല്ലാം തന്നെ വളരെ സജീവ സാന്നിധ്യമാണ് VK മിനിമോൾ എന്ന് പറയുന്നത്. പ്രവർത്തകർക്കിടയിലുമെല്ലാം തന്നെ വലിയ സ്വാധീനവും ശേഷിയുമെല്ലാം തന്നെ അവർക്കുണ്ട്. ഷൈനി മാത്യു സെക്കൻഡ് ടൈമിലേക്ക് പരിഗണിക്കപ്പെടുന്നു. ഷൈനി മാത്യുവിന്റെ ഒരു 2ാം തവണയാണ് കൌൺസിലിലേക്ക് വരുന്നത്. ആദ്യഘട്ടത്തിൽ 2015 ആ സമയത്ത് പരിഗണിക്കപ്പെട്ടിരുന്നപ്പോൾ മേയർ സ്ഥാനാർത്ഥി ഇതുപോലെ തന്നെ ഒരു പങ്കുവയ്ക്കലിൽ അവർക്ക് 2ാം ഘട്ടം പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അത് ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇത്തവണ രേഖാമൂലമുള്ള ഒരു ഉറപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അന്ന് അത് ഉണ്ടായില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും അത്തരം തർക്കങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് DCC വ്യക്തമാക്കുന്നത്. ഇനി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. അതേസമയം ഇടത് മുന്നണിയിൽ നിന്ന് ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അംബിക സുദർശനാണ് മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവരെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പേര്. ഒപ്പം യേശുദാസ് നസ്രത്തിൽ നിന്നുള്ള കൌൺസിലറാണ് ഡെപ്യൂട്ടി മേയറായും ഇതിൽ മത്സരിക്കുന്നത്. ഏതായാലും 46 അംഗങ്ങളുടെ വലിയ ഭൂരിപക്ഷമാണ് UDFനുള്ളത്. 42 പേർ തന്നെ അതിൽ കോൺഗ്രസ് അംഗങ്ങൾ തന്നെ, കോൺഗ്രസ് കൌൺസിലർമാർ തന്നെയാണ്. ആ രീതിയിലുള്ള വലിയ മെജോറിറ്റി കൌൺസിലിനകത്ത് UDFനുണ്ട് എന്നത് അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നിലവിൽ പറഞ്ഞിരിക്കുന്ന പോലെ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം ഒരിടവേളയ്ക്ക് ശേഷമാണ് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ പല കാര്യങ്ങളുണ്ട് ഇവിടെ നടപ്പാക്കുവാൻ കൊച്ചി കോർപ്പറേഷൻ മേഖലയിലെല്ലാം തന്നെ. അതെല്ലാം തന്നെ തങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് UDF നേതൃത്വം പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ തന്നെ വലിയ രീതിയിലുള്ള വിജയങ്ങൾ നേടാനായിട്ട് കഴിഞ്ഞു എന്നത് തന്നെയാണ് UDFന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് ശേഷം മുന്നിൽ വരികയാണ്. അപ്പോൾ അതിൽ ജില്ലയിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ സംഭാവനകൾ നൽകാൻ കോൺഗ്രസിനും UDFനുമെല്ലാം കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. എന്തായാലും ഇന്നാണ് തെരഞ്ഞെടുപ്പ്. വൈകാതെ തന്നെ ഇവിടെ നിന്ന് കൌൺസിൽ ഇവിടെ എല്ലാവരും സമ്മേളിച്ച ശേഷം DCCയിൽ സമ്മേളിച്ച ശേഷം ഇവിടെ നിന്ന് കൊച്ചിൻ കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാന മന്ദിരം മറൈൻ ഡ്രൈവിൽ പൂർത്തിയായിരിക്കുന്ന അവിടേക്ക് ഇവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് കരുതുന്നത്. ശരി ഡാനി, അതുപോലെ തന്നെ ശ്രദ്ധാകേന്ദ്രമാണ് തൃപ്പൂണിത്തുറ നഗരസഭയും. അവിടെ ഭരണം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണല്ലോ BJP ഉള്ളത്. 53 അംഗ കൌൺസിലിൽ കേവല ഭൂരിപക്ഷം ആർക്കുമില്ല. 21 അംഗങ്ങളുമായി BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. PL ബാബുവും രാധിക വർമ്മയുമാണ് BJPയുടെ ചെയർമാൻ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥികൾ. ഡാനി, സസ്പെൻസ് നിലനിൽക്കുമ്പോൾ ക്ലൈമാക്സ് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അശ്വതി, അവിടെ ക്ലൈമാക്സ് എന്താകുമെന്ന് സാധാരണ വലിയ ഉദ്യോഗം നിലനിൽക്കുന്നത് BJP NDA ക്യാമ്പുകളിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 21, 20 അതോടൊപ്പം തന്നെ 12 UDFന് 12 ഈ രീതിയിലാണ് അവരുടെ ഒരു മെജോറിറ്റി അതിനകത്തുള്ളത്.
അസാധു വോട്ടുകൾ വന്നാൽ പോലും അത് വലിയ രീതിയിൽ ബാധിക്കും. ഇത് BJP അംഗങ്ങൾക്ക്, മുഴുവൻ പേരും BJP അംഗങ്ങൾക്ക് വളരെ രീതിയിലുള്ള ഒരു സമ്മർദ്ദമോ അല്ലെങ്കിൽ ശക്തമായ നിർദ്ദേശമോ എല്ലാം തന്നെ അവർക്ക് നൽകുന്നുണ്ട്. കാരണം ഒരു വോട്ട് പോലും അസാധുവാകരുത്, ആരുടെയും ശ്രദ്ധക്കുറവ് കൊണ്ട് ഒന്നും സംഭവിക്കരുത് എന്ന രീതിയിൽ അവരെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ പറയുന്നുണ്ട്. അതേസമയം വലിയ മത്സരബുദ്ധിയോടുകൂടി തന്നെയാണ് ഇടതുമുന്നണിയും അതിനെ കാണുന്നത്. കാരണം ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ക്ലൈമാക്സിനെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള ചിന്തകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഈ അസാധു സംഭവങ്ങൾ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് അത് മേൽക്കൈ ഉണ്ടാക്കുക എന്ന് പറയാൻ കഴിയാത്ത വിധം സങ്കീർണമാകും അവിടുത്തെ കാര്യങ്ങൾ. കാരണം ഇനിയുള്ള ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയ സൂചനയും ആകരുത്, ഒരു ചൂണ്ടുപലകയും ആകരുത് ഈ ഘട്ടത്തിൽ എന്ന് പറയുന്നവരുണ്ട്. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ ഈ കണക്കുകളിലും കാര്യങ്ങളിലും എല്ലാം മാറ്റം വന്നേക്കാം. ഈ കണക്കുകളിലല്ല കാര്യമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഒരുപക്ഷെ തൃപ്പൂണിത്തുറ വേദിയായേക്കാം ചെയ്യാം. പക്ഷെ അതുവരെയും സമയമുണ്ട് എന്നതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാരണം അത്രത്തോളം സമയം അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് 21, 20, 12 എന്ന രീതിയിലുള്ള ആ പാറ്റേൺ നിലനിർത്തിക്കൊണ്ട് തന്നെ വോട്ടിംഗിൽ മുന്നോട്ട് പോകുക എന്ന രീതിയിൽ തന്നെയാണ്. BJP വളരെ ശ്രദ്ധിക്കുന്നത് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു അസാധു വോട്ടോ മറ്റോ മറിച്ചോ ഒരു ചിന്തയും ഇല്ലാത്ത വിധം തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. വളരെ താല്പര്യത്തോടെ തന്നെ പൊതുവിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരിടമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തായിരുന്നു, ഇത്തവണ നല്ല മെജോറിറ്റിയിൽ അവിടേക്ക് കടന്നു വരുമെന്നാണ് NDയും BJPയും എല്ലാം പൊതുവിൽ കരുതിയത്. പക്ഷെ അതുണ്ടായില്ല. കാരണം 18 സീറ്റിൽ നിന്ന് അവർക്ക് 3 സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നതും ശ്രദ്ധേയം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അവിടെ ശക്തമായൊരു മത്സരത്തിന് ഇടം കൊടുക്കാൻ ഇടതുമുന്നണിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റിന്റെ വ്യത്യാസം മാത്രമേ ഇരുവരും തമ്മിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ ഈ കൊച്ചി കോർപ്പറേഷനിൽ വളരെ ഒരു ആധിപത്യമെല്ലാം തന്നെ UDFനുണ്ട്. ആ തെരഞ്ഞെടുപ്പ് അങ്ങനെ പോകുന്നു. പക്ഷെ അവിടെ തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോൾ തൃപ്പൂണിത്തുറയിൽ ഇനിയും ഇഞ്ചോടിഞ്ച് മത്സരം ഒരുപക്ഷെ ഈ ചെയർപേഴ്സണുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നു എന്ന സൂചന തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഒരോട്ടും അസാധുവാകാതെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പോകണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ BJP കൌൺസിലർമാർക്ക് BJP സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് നിർദ്ദേശം നൽകുന്നുണ്ട്. അസാധു വോട്ടുകൾ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. കാരണം അതിന് പിന്നീട് പല രാഷ്ട്രീയ നിർവചനങ്ങളും വന്നേക്കാം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന രീതിയിലുള്ള നിർദ്ദേശമെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അംഗങ്ങൾ തന്നെ അവിടെ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്തുകൊണ്ട് ആണ് അവിടെ ഒരുക്കങ്ങൾ നടത്തുന്നത്. ഏതായാലും അവിടെയും വളരെ ശ്രദ്ധാകേന്ദ്രമാണ് ജില്ലയിൽ നിന്ന് മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ. അവിടെ BJP പിന്നീട് ഒരു തിരുവനന്തപുരത്തിന് ശേഷം ഒരുപക്ഷെ ഒരു നഗരസഭയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു പ്രകടനം, അത് കൌൺസിൽ പിടിക്കുന്ന രീതിയിലേക്കുള്ളൊരു പ്രകടനം നടത്തിയ സ്ഥലം കൂടിയാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധയും ഇന്ന് നടക്കുന്ന ഈ മേയർ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലുമുണ്ട്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകി. അതേസമയം കൊച്ചിക്ക് പിന്നാലെ ഇപ്പോൾ പുറത്തുവരുന്നൊരു വാർത്ത, കൊച്ചിക്ക് പിന്നാലെ തൃശൂർ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പിലും മുറുമുറുപ്പ് വരുന്നു എന്നുള്ളതാണ്. പരസ്യമായി തന്നെ രംഗത്തെത്തുന്നു. നേതാക്കൾ കോഴ നൽകിയാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ മേയർ സ്ഥാനം ഉറപ്പിച്ചത് എന്ന് കൌൺസിലർ ലാലി ജെയിംസ് പരസ്യമായി തുറന്നടിച്ചിരിക്കുകയാണ്. തൃശൂരും പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിലെ KC വേണുഗോപാൽ പക്ഷത്തിലെ മുതിർന്ന നേതാക്കൾക്ക് പണം നൽകിയാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ മേയർ സ്ഥാനം ഉറപ്പിച്ചത് എന്നാണ് ലാലി ജെയിംസിന്റെ ആരോപണം. അവിടെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക എന്നുള്ളത് കൂടി കണ്ടറിയണം. മലപ്പുറത്തേക്ക് പോകാം. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി തീരുമാനിച്ചതിൽ കോൺഗ്രസിന് വലിയ അതൃപ്തിയുണ്ട്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്നിവരെ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു. പൊതുമരാമത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളാണ് കോൺഗ്രസിന് മാറ്റിവെച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവയിൽ ഒരെണ്ണം കോൺഗ്രസിന് നൽകണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. CV അനുമോദ് വിവരങ്ങളുമായി ചേർന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടുത്തെ പ്രശ്നം? മലപ്പുറം ജില്ല UDF പൂർണ്ണമായിട്ടും ഒറ്റയടിക്ക് തൂത്തുവാരിയ ജില്ലയാണ്. ജില്ലാ പഞ്ചായത്തിൽ 33 സീറ്റുകളും UDFന് തന്നെയാണ്. കോൺഗ്രസും മുസ്ലിം ലീഗും മുൻപൊന്നുമില്ലാത്ത രീതിയിൽ ഐക്യത്തോടെ മത്സരിച്ച ഒരു കാലം കൂടിയാണ്. പക്ഷെ ഇവിടെ ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തീരുമാനിച്ചതിലാണ് കോൺഗ്രസിന് അതൃപ്തിയുള്ളത്. ഇന്നലെയാണ് ഇക്കാര്യത്തിൽ ലീഗിന്റെ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിരുന്നത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് ഏകപക്ഷീയമായി തീരുമാനിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം.
അതായത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവകളിൽ ഒന്ന് കോൺഗ്രസിന് നൽകണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ഒരാവശ്യം. എന്നാൽ ഈ സ്ഥാനങ്ങളിലേക്ക് PK അസ്ലുവിനെയും ഷാഹിന നിയാസിയെയും മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുകയായിരുന്നു. പകരം കോൺഗ്രസിന് മാറ്റിവെച്ചത് പൊതുമരാമത്ത്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നിവ മാത്രമാണ്. അത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോ അല്ലെങ്കിൽ വിദ്യാഭ്യാസകാര്യ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗ് പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപമാണ് കോൺഗ്രസിൽ നിന്ന് ഉയരുന്നത്. ഇതൊരു വലിയ പ്രശ്നങ്ങളിലേക്കോ പ്രതിസന്ധിയിലേക്കോ പോയില്ലെങ്കിൽ പോലും കോൺഗ്രസിനോട് ആലോചിക്കാതെ ഇത്തരത്തിലൊരു കാര്യം ചെയ്തു എന്നതൊരു അതൃപ്തിയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അതേസമയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും കോൺഗ്രസിനെ പരിഗണിച്ചിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് PA ജബ്ബാർ ഹാജിയെയും വൈസ് പ്രസിഡന്റായിട്ട് AP സ്മിജി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി AP ഉണ്ണികൃഷ്ണന്റെ മകളാണ് AP സ്മിജി, അവരെയും മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ തവണ നിന്ന് വ്യത്യസ്തമായിട്ട് പൂർണ്ണമായിട്ടും UDF തിരിച്ചടക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് തവണ. 33-ൽ 23 മുസ്ലിം ലീഗും 10 കോൺഗ്രസുമാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തേക്ക് പോകാം. കൊല്ലം കോർപ്പറേഷനിൽ മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങളിൽ കോൺഗ്രസ് മത്സരിക്കും. മേയർ സ്ഥാനത്തേക്ക് AK ഹഫീസും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഉദയ സുകുമാരനും മത്സരിക്കും. ഘടകകക്ഷികളുടെ എതിർപ്പ് ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന് DCC പ്രസിഡന്റ് P രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. RSPക്കും ലീഗിനും പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നൽകും. വിവരങ്ങളുമായി S വിനീഷാണ് ചേരുന്നത്. വിനീഷ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് കൊല്ലത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഇപ്പോൾ? അശ്വതി, കൊല്ലം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുക. 25 വർഷത്തെ LDF ഭരണത്തിന് ശേഷം ചരിത്ര വിജയം നേടിയ UDF ആണ് കോർപ്പറേഷൻ ഭരിക്കുക. താമരക്കുളം ഡിവിഷനിൽ നിന്നും വിജയിച്ച AK ഹഫീസ് ആണ് മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക. കന്നിമയിൽ നിന്നും വിജയിച്ച PJ രാജേന്ദ്രനാണ് LDF മേയർ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതകൾക്കായതിനാൽ ഘടകകക്ഷികളായ RSPയും മുസ്ലിം ലീഗും നേരത്തെ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു. 2 കക്ഷികൾക്കും ഓരോ വനിതാ കൗൺസിലർമാരാണ് നിലവിലുള്ളതും. കോൺഗ്രസിലെ മുതിർന്ന കൗൺസിലറായ ഉദയ് സുകുമാരനെ ഡെപ്യൂട്ടി മേയർ ആക്കാനാണ് UDF നിലവിൽ തീരുമാനമായിരിക്കുന്നത്. ഘടകകക്ഷികൾക്ക് പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങൾ നൽകാനും ധാരണയായിട്ടുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ അവസാന 1 വർഷം ഘടകകക്ഷികൾക്ക് നൽകാനും ചില സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. 56 ഡിവിഷനുകളുള്ള കൊല്ലം കോർപ്പറേഷനിൽ UDFന് 27 സീറ്റും LDFന് 16 സീറ്റ്, BJPക്ക് 12, SDPIക്ക് 1. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സീറ്റ് നില. കൊല്ലം കോർപ്പറേഷൻ രൂപീകൃതമായിട്ട് ഏകദേശം 25 വർഷം പൂർത്തിയാകുന്നു. ഇതിൽ LDF ആയിരുന്നു മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്നത്. ആദ്യമായാണ് UDF ഭരണപക്ഷത്തെത്തുന്നത്. രാവിലെ 10:30ഓടെയാണ് മേയർ തിരഞ്ഞെടുപ്പ് നടക്കുക. കളക്ടറുടെ നേതൃത്വത്തിലാകും തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞ ചടങ്ങുകളും ഒക്കെ ഉണ്ടാവുക. ഉച്ചയ്ക്ക് 2:30 ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പ് നടക്കുക. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. Today the world changes at every fraction of a second. തീരുമാനങ്ങൾ, സംഭവങ്ങൾ, അതിവേഗ മാറ്റങ്ങൾ, പ്രതിസന്ധികൾ, ഉയരുന്ന ശബ്ദങ്ങൾ. In a world moving this fast, staying still is not an option. Just ഒരു half an hour'ല് ലോകം ചുറ്റാൻ പറ്റും. Maybe possible in future. ഇതിപ്പോ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ ഞാൻ ഇലോൺ മസ്ക് ഒന്നല്ലല്ലോ. But I can offer something good. അരമണിക്കൂറിൽ ലോകം നിങ്ങളിലേക്ക് എത്തിക്കാം. കത്തുന്ന ഹെഡ്ലൈറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ്. നമ്മുടെ പടത്തിന്റെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. വയനാട് വണ്ടിക്കടവിലെ നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു. പുലർച്ചെ 1:30ഓടെയാണ് 14 വയസ്സുള്ള കടുവ കൂട്ടിലായത്. ആശ്വാസകരമായ വാർത്തയാണ് വയനാട്ടിൽ നിന്നും വരുന്നത്.
ദിവസങ്ങൾ നീണ്ട ആശങ്കയ്ക്കാണിപ്പോൾ പരിഹാരമായിരിക്കുന്നത്. അതേസമയം അവിടെ ഒന്നിലധികം കടുവകളുണ്ട് എന്ന രീതിയിൽ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ വന്നിരുന്നു. വനംവകുപ്പും ആ സംശയം തള്ളിയിട്ടില്ല എന്നുള്ളിടത്ത് ആശങ്ക ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അതേസമയം നരഭോജി കടുവ, മാരനെ കൊന്ന നരഭോജി കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് താൽക്കാലിക ആശ്വാസം തന്നെയാണ് വയനാടുകാരെ സംബന്ധിച്ച്. പുലർച്ചെ 1:30യോടെയാണ് 14 വയസ്സുള്ള ആൺകടുവ കൂട്ടിലായിരിക്കുന്നത്. വനംവകുപ്പ് ഇനിയുള്ള തുടർ നടപടികൾ ഏത് രീതിയിലാണ് വനംവകുപ്പിൻ്റേത് എന്നതടക്കം അറിയേണ്ടതുണ്ട്. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി ചേരുന്നു. ജയരാജ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഒരു ശുഭകരമായ വാർത്തയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. അതേസമയം അവിടെ ആശങ്ക ഒഴിയുന്നില്ലല്ലോ അല്ലേ? നാട്ടുകാർ പറയുന്നത് അവിടെ ഒന്നിലധികം കടുവകൾ ഉണ്ട് എന്നൊക്കെയാണല്ലോ. ഗുഡ് മോർണിംഗ് അശ്വതി. നമ്മളെ ഈ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ നമ്മളെ ഇതുവരെ ഒരു ഭീതിയിലാണ്ട കടുവയെ ഇന്ന് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരാശ്വാസകരമായ വാർത്ത. പക്ഷേ ആ പ്രദേശത്ത് മറ്റൊരു കടുവ കൂടി ഉണ്ട് എന്ന് അന്ന് ആ കടുവയല്ല ഇത് എന്നുള്ളത് കൊണ്ടാണ് നാട്ടുകാർ വീണ്ടും അവിടെ കടുവയുടെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് പറയുന്നത്. പക്ഷെ അത് വനംവകുപ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ പട്രോളിംഗ് തുടരും, നിരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ള കാര്യം അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ പ്രജനനകാലം ആയതുകൊണ്ട് കടുവ ഏത് സമയത്തും വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രദേശവാസികൾ സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പും വനംവകുപ്പ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ നമ്മൾ ഭീതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഒരു കടുവ ഒരു മനുഷ്യനെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ ഒരു രുചി അറിഞ്ഞാൽ പിന്നീട് അത് മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കടുവയെ പിടിച്ചു എന്നുള്ളൊരു ആശ്വാസം അവിടെയുള്ള ജനങ്ങളിലുണ്ടെങ്കിലും മറ്റു കടുവകളുണ്ടോ എന്നുള്ളൊരു ഭീതി അവരുടെ മനസ്സിലുണ്ട്. എന്തായാലും ഈ കടുവ ഏതാണ്ട് 14 വയസ്സായ ഒരു കടുവയാണ്, പ്രായാധിക്യമുള്ള ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ ഈ കടുവയെ സാധാരണ ഇത്തരത്തിലുള്ള കടുവകളെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ ശുശ്രൂഷകളെല്ലാം നടത്തിയതിനു ശേഷം കാട്ടിലേക്ക് തന്നെ വിടുന്ന ഒരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഈ കടുവയെ അങ്ങനെ വിടാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം പ്രായാധിക്യമുണ്ട് ഈ കടുവയ്ക്ക് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു പുനരധിവാസ കേന്ദ്രമുണ്ട്. ഇത് സുൽത്താൻ ബത്തേരിയിലാണ്. ഈ ഒരു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കടുവയുടെ ഒരു പുനരധിവാസ കേന്ദ്രം എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി കുപ്പാടിയിലാണ്. ഇപ്പോൾ കടുവയെ അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ഇനി അവിടെ തന്നെ ആയിരിക്കും ഈ കടുവ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിലുള്ള കടുവകളെ ജീവിതാവസാനം വരെ ഇത്തരത്തിലുള്ള പുനരധിവാസ കേന്ദ്രങ്ങളിലാണ് പാർപ്പിക്കുക. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് 3-4 കടുവകൾ ഓൾറെഡി ഉണ്ട്. ഈ ഒരു കടുവ കൂടി അവിടേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും പ്രദേശവാസികൾ ഭീതിയിലാണ്. പക്ഷേ ഇനിയും തെരച്ചിൽ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത ജയരാജ്, ഈ ഇപ്പോൾ കടുവ കൂട്ടിലായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. പക്ഷേ ജയരാജ് പറഞ്ഞതുപോലെ അവിടെ ഭീതി തുടരുന്നുണ്ട്. ഒന്നിലധികം കടുവകളുണ്ട് എന്നുള്ള കാര്യം വനംവകുപ്പും തള്ളിയിട്ടില്ല. ഈ കൂട് അവിടെ തന്നെ ഉണ്ടാകുമോ? കൂട് സ്ഥാപിച്ച് തന്നെ ആകുമോ തുടർ നീക്കങ്ങൾ? ഇത്തരത്തിലൊരു പ്രക്ഷോഭ പരിപാടിക്കൊക്കെ ജനങ്ങൾ മാറുകയാണെങ്കിൽ ഒരുപക്ഷെ കൂട് സ്ഥാപിച്ച് കുറച്ച് ദിവസം കൂടി കാക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലൊരു സാന്നിധ്യം കാണുന്ന സമയത്തായിരിക്കും കൂട് വയ്ക്കുക. എന്തായാലും വനംവകുപ്പ് നമ്മളോട് പറഞ്ഞത് വീണ്ടും അല്ലെങ്കിൽ നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ജനങ്ങളെ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ ശ്രദ്ധയും ഉണ്ടാകും. അവരും ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കൂട് തുടരുമോ എന്നുള്ളത് കുറച്ച് അല്പസമയം കൂടി കഴിയുമ്പോഴേ നമുക്ക് കൂടുതൽ വ്യക്തത. ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആശ്വാസകരമായ വാർത്തയാണ് വയനാട്ടിൽ നിന്ന് വരുന്നത്. നരഭോജി കടുവ കൂട്ടിലായിരിക്കും. ബംഗ്ലാദേശിൽ വീണ്ടും ആൾക്കൂട്ട കൊലപാതകം. മോഷണം ആരോപിച്ച് ഹിന്ദു യുവാവിനെ തല്ലിക്കൊന്നു. ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ ഇത് 2ാമത്തെ യുവാവാണ് ആൾക്കൂട്ടാക്രമണത്തിന് വിധേയമായി കൊല്ലപ്പെടുന്നത്. അതേസമയം BNP നേതാവ് താരിഖ് റഹ്മാൻ അമ്മ ഖലേദ സിയെ കണ്ടു. 17 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയ നേതാവിന് വമ്പൻ സ്വീകരണമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചാരണ റാലികളിലും പങ്കെടുക്കും. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, 2 കാര്യങ്ങളാണ്. ഈ ആൾക്കൂട്ട കൊലപാതകം ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ അവിടെ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ അമൃത് മൊണ്ടൽ എന്ന് പറയുന്ന ഒരു യുവാവിനെ മോഷണം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തല്ലി അവശനാക്കിയത്. പിന്നീട് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയാണ് ദിബു ചന്ദ്രദാസ് എന്ന് പറയുന്ന ഒരു യുവാവിനെ, 24 വയസ്സ് മാത്രമുള്ള യുവാവിനെ തല്ലുകയും പിന്നീട് ജീവനോടെ കത്തിച്ചു കൊല്ലുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. മതനിന്ദ ആരോപിച്ചാണ് ആ യുവാവിനെ കൊന്നുകളഞ്ഞത്. അങ്ങനെ
അങ്ങനെ അന്ന് അത്തരത്തിലൊരു സംഭവം ഉണ്ടായപ്പോൾ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ ആ സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി കുടുംബത്തിനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. ഇനി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകില്ല എന്ന് ലോകരാജ്യങ്ങളോട് പൊതുസമൂഹത്തോട് ഉറപ്പ് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട യുവാവ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ദിബു ചന്ദ്രദാസിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ ബംഗ്ലാദേശിനെതിരെ നടന്നിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് വീണ്ടും ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് ഫെബ്രുവരി 12-ന് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഒരു സമയത്ത് ഒരു സാഹചര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല അവിടുത്തെ ആളുകളും അവിടെ ഈ കലാപം തുടരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാരും കൊല്ലപ്പെടുന്ന വാർത്തകൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, ഒരു സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരൻ വൈകിട്ട് ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തലയിൽ ബോംബ് വീണ് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പ്രതിഷേധക്കാർ ഫ്ലൈ ഓവറിൽ നിന്ന് താഴേക്ക് ബോംബുകൾ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ അത് ദേഹത്ത് വീണ് പൊട്ടിത്തെറിച്ച് ഒരു യുവാവ് മരിച്ച ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ കലാപ കലുഷിതമായ രീതിയിലുള്ള ഒരു സാഹചര്യത്തിലാണ് ബംഗ്ലാദേശ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത്. അതായത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്നറിയപ്പെടുന്ന BNPയുടെ നേതാവ് 17 വർഷമായി രാജ്യത്തിന് പുറത്ത് ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന ഈ നേതാവ് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്, അവിടെ എത്തിയതിനു ശേഷം 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലെത്തി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനായിട്ട് ഈ നേതാവ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാത്രമല്ല BNP നേതാവിനെ അവിടുത്തെ പാർട്ടി പ്രവർത്തകരും എല്ലാവരും ചേർന്ന് വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഖലിദ സിയ എന്ന് പറയുന്ന അമ്മയും നേതാവ് പോയി കണ്ടു. ഇന്നും നാളെയുമായി വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പാർട്ടിയിലെ പ്രചാരണ വേദികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താൻ തന്നെയാണ് BNPയുടെ നീക്കം. അതായത് രാജ്യത്തെ ഇപ്പോൾ അവാമി ലീഗ് രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുന്നു. അവാമി ലീഗിന്റെ നേതാവായിട്ടുള്ള ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയിരിക്കുന്നു. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിൽ അഭയം നേടിയിരിക്കുന്ന സാഹചര്യം. ആ ഒരു ഗ്യാപ്പിൽ, അതായത് അവാമി ലീഗിന്റെ ഗ്യാപ്പിൽ അവിടെ BNP തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ്. അഭിലാഷ്, അതുകൊണ്ട് തന്നെ ഈ താരിഖ് റഹ്മാന്റെ ഇപ്പോഴത്തെ വരവ് 17 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും താരിഖ് റഹ്മാൻ കഴിഞ്ഞ 17 വർഷമായി രാജ്യത്തിന് പുറത്തായിരുന്നു. അതായത് അവാമി ലീഗും BNPയും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർ ആ സമയത്ത് അവാമി ലീഗിന്റെ ശക്തി സമയത്ത് അവർക്ക് ഏറ്റവും രാജ്യത്ത് കരുത്തുണ്ടായിരുന്ന സമയത്താണ് ഈ BNPയുടെ നേതാവായിട്ടുള്ള ഖാലിദ സിയെ അടക്കം അവരുടെ മകനായിട്ടുള്ള താരിഖ് റഹ്മാനെ അടക്കം ജയിലിൽ അടയ്ക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം 2008-ൽ ജയിൽ മോചിതനായിട്ടുള്ള ഈ താരിഖ് റഹ്മാൻ പിന്നീട് കുടുംബവുമായി ലണ്ടനിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവാമി ലീഗ് ഈ രാജ്യത്ത് നിന്ന് വിലക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അവിടെ വലിയ ശക്തിയായി വളർന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ തങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ BNP നേതാവ് തിരിച്ച് ബംഗ്ലാദേശിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം രാജ്യത്തെ അധികാരം പിടിച്ചെടുക്കുക. ഫെബ്രുവരി 12 നടക്കുന്ന വോട്ടെടുപ്പിൽ തങ്ങളുടെ വലിയ രീതിയിലുള്ള പ്രചാരണം നടത്തി വോട്ടുകൾ തങ്ങളുടെ പോക്കറ്റിലേക്ക് ആക്കുക. അതുവഴി ഇപ്പോൾ നിലവിൽ പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള താരിഖ് റഹ്മാനെ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാക്കി വാഴ്ത്താനുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാർ BNPക്ക് എതിരായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ BNPയുടെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ അവാമി ലീഗിന്റെ പ്രവർത്തകരെ ഒപ്പം ചേർക്കുക, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ അവിടുത്തെ ഇൻക്ലാബ് മോർച്ച, ഈ ജമാഅത്തെ ഇസ്ലാമിയും ഇൻക്ലാബ് മോർച്ചയൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ കൊല്ലപ്പെട്ട ഒസ്മാൻ ഹാദി എന്ന് പറയുന്ന അവിടുത്തെ ഇൻക്ലാബ് മോർച്ചയുടെ നേതാവുണ്ട്. ഇയാൾ കഴിഞ്ഞ ആഴ്ചകളിൽ കൊല്ലപ്പെട്ടിരുന്നു. അയാളുടെ ശവകുടീരം പോയി കാണുകയും അയാളുടെ കുടുംബാംഗങ്ങളെ പോയി കാണുകയും ചെയ്യുന്ന ഒരു രീതി ഈ BNP നേതാവ് താരിഖ് റഹ്മാൻ എടുത്തിരുന്നു. അങ്ങനെ എല്ലാ വിധത്തിലുമുള്ള ആളുകളുടെ പിന്തുണ നേടിയ ശേഷമാണ് താൻ തിരിച്ചെത്തുന്നത് എന്നുള്ളൊരു സന്ദേശം കൂടി നൽകുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത്. മാത്രമല്ല അമ്മയെ ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഖാലിദ സിയ കഴിയുന്നത്. അവരെ നേരിട്ട് പോയി ആശുപത്രിയിൽ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ അനുഗ്രഹം തേടിക്കഴിഞ്ഞു. താൻ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള സൂചനകൾ അവിടുന്ന് താരിഖ് റഹ്മാൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് റാലികളിൽ BNP പങ്കെടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും സ്വീകരണങ്ങളുമാണ് BNP നേതാവായിട്ടുള്ള താരിഖ് റഹ്മാനെ പാർട്ടി അണികളും നേതാക്കളും ചേർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രചരണങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം കൂടുതൽ ലോകത്ത് തന്നെ ചർച്ചയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കലാപങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും കൂടി നടക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിഷയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള
തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ BNPയുടെ തിരിച്ചുവരവ് അതെങ്ങനെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുമെന്നുള്ള കാര്യം കൂടി ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അശ്വതി. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായേക്കും. KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവർക്കാണ് നേരത്തെ SIT നോട്ടീസ് നൽകിയത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകട്ടെ എന്ന നിലപാടിലാണ് ഇവരുള്ളത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, ഗുഡ് മോർണിംഗ്. കോടതിയുടെ അടക്കം വിമർശനമുണ്ടായിരുന്നു SITക്ക്. എങ്ങനെയാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോകാതെ ഉള്ളത് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഇപ്പോൾ അതിനുശേഷം നോട്ടീസ് നൽകി അവരെ വിളിച്ചു വരുത്താൻ ഒരുങ്ങുന്നു. ഹാജരാകാൻ സാധ്യതയുണ്ടോ അവർ? ഇന്നത്തെ ഒരു ദിവസം വളരെ നിർണായകമാണ്. കാരണം ഒരു ഹൈക്കോടതി വിമർശനത്തിന് ശേഷമാണ് ഈ ഒരു നോട്ടീസ് നൽകാനുള്ള ഒരു തീരുമാനം വരികയും പിന്നീട് ഇന്നത്തെ ഒരു ദിവസം 26-ാം തീയതി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നുണ്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ. ഒരുപക്ഷെ ഈ ഒരു ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം മാത്രമായിരിക്കാം ഈ ഒരു അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാവുക എന്നൊരു തരത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഇതിൽ ഇന്ന് ഹാജരാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ ഒരു ഹൈക്കോടതി വിമർശനം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു നോട്ടീസിന് മറികടന്നുകൊണ്ട് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുടെ തീരുമാനം കാത്തു നിൽക്കാതിരിക്കാനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനൊപ്പം തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ കൂടുതൽ വ്യാപ്തി വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും ഈ തട്ടിപ്പ് സംഘങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നു. ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്നുപരി വലിയ അമൂല്യമായ വസ്തുക്കളടക്കം ഇവിടെ നിന്നും കൊള്ള ചെയ്ത് കൊണ്ടുപോയി എന്നടക്കമുള്ള വിവരങ്ങൾ വരുന്നു. ഈ ഒരു തരത്തിൽ, അതായത് ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഈ ഒരു അന്വേഷണം കൂടുതൽ രാജ്യാന്തര തലത്തിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ഒരു മെമ്പർമാരിൽ നിന്നും രാഷ്ട്രീയ തലത്തിലേക്കും ഒപ്പം ഈ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ ബന്ധിപ്പിക്കുന്ന കണ്ണികളിലേക്കും ഇതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയിലേക്കും എല്ലാം അന്വേഷണം കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു പത്മകുമാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് തുടക്കം തൊട്ട് തന്നെ കോടതിയും പ്രതിപക്ഷവും എല്ലാം ഉന്നയിച്ചിരുന്നു. അത് ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു മൊഴി നൽകിയതിനൊപ്പം തന്നെ അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നോട്ടീസ് നൽകിയ അന്ന് തന്നെ വിവരം ലഭിച്ചിരുന്നു. അവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു SITയുടെ അന്വേഷണം വീണ്ടും പൂർണ്ണ വേഗതയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന D മണി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് പിന്നീട് അത് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള SITയുടെ അന്വേഷണം, അത്തരത്തിലൊരു ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വർണ്ണക്കൊള്ളയല്ല, അതിലുപരി കേരളത്തിലുടനീളമുള്ള പല ക്ഷേത്രങ്ങളിലും പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം ഉൾപ്പെട്ടിട്ടുള്ള പല ക്ഷേത്രങ്ങളിലേക്കും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അതൊരു വലിയൊരു കൊള്ളയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ആ വിമർശനത്തിന് പിന്നാലെ ആയിരുന്നു ഈ ഒരു നോട്ടീസ് നൽകലും ഇന്നത്തെ ദിവസം ഹാജരാകാനും നിർദ്ദേശം നൽകിയത്. എന്ന് തന്നെയായാലും ഇന്ന് ഹാജരാകാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴി നൽകാൻ അവർ എത്താനുള്ള സാധ്യതയുമുണ്ട്. ഒരു ജാമ്യാപേക്ഷ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമാണ് ഇതിലൊരു സംശയം. അതായത് ഈ ഒരു ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം മാത്രം ഹാജരാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സാരംഗ്, ഈ വിമർശനത്തെ കുറിച്ച് പറയുമ്പോൾ SIT പല സമയത്തും ട്രാക്കിലാണ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്നുകൂടി നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം രമേശ് ചെന്നിത്തല പറഞ്ഞ വിദേശ വ്യാപാരി പറഞ്ഞ D മണി ഉണ്ടാകുമോ എന്ന് നമ്മൾ സംശയിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരാളുണ്ട് എന്ന കാര്യത്തിൽ ധാരണയിലെത്തുകയും അയാളെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. പറഞ്ഞ പോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും മറ്റ് ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ ഈ അന്വേഷണം വ്യാപിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും. കാരണം തുടക്കം തൊട്ട് തന്നെ അത്തരത്തിലൊരു സംശയം കോടതിയായാലും മറ്റ് പ്രതിപക്ഷങ്ങളായാലും ഉന്നയിച്ചിരുന്നു. കാരണം ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൽ, അതായത് ശ്രീകോവിലിന് മുൻപിലെ ദ്വാരപാലക ശില്പത്തിലെ അടക്കം സ്വർണം ഇത്തരത്തിൽ മോഷണം നടത്തണമെങ്കിൽ അവർക്ക് അത്രയധികം ഗൂഢാലോചനയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയാണ്. കാരണം ഒരു ഹൈക്കോടതിയുടെയും കേരള സർക്കാരിന്റെയും മറ്റ് എല്ലാ രീതിയിലെയും നിയന്ത്രണങ്ങളുള്ള നിരീക്ഷണങ്ങളുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇത്തരത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഇങ്ങനെ സ്വർണം തട്ടിയെടുക്കണമെങ്കിൽ അത് മാത്രമായിരിക്കില്ല, അതിന് മുൻപും ഇനി മുന്നോട്ടും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള കാര്യങ്ങളും, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം ആയിക്കോട്ടെ, ഇതേപോലെ ശബരിമല പോലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ പല ക്ഷേത്രങ്ങളും വലിയ അമൂല്യമായ വസ്തുക്കളും വലിയ സമ്പത്തുമുള്ള ക്ഷേത്രങ്ങൾ നിരവധിയുണ്ട് കേരളത്തിൽ. ഇത്തരം അമൂല്യമായ വസ്തുക്കൾ കേരളത്തിൽ നിന്ന് കടത്തി അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് എത്തിക്കുക, അതിന്റെ ഒരു വിഹിതം പറ്റുക, അത് ആരുടെയൊക്കെ കയ്യിലേക്ക് എത്തി എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വന്നിരിക്കുന്നു. ഇത് ശബരിമലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല,
മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘവുമായി ബന്ധമുണ്ട്. അത് SIT സ്ഥിരീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കേന്ദ്ര ഏജൻസിയുടെ ഒരു സാധ്യത പോലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കാരണം കേരളത്തിലെ ഒരു പോലീസിന്റെ കീഴിലുള്ള ഒരു അന്വേഷണ സംഘത്തിന് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം, അത് അന്താരാഷ്ട്ര തലത്തിലടക്കമുള്ള അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം അത്തരം വിവരങ്ങൾ ശേഖരിക്കുന്നതിലടക്കം പല പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു കേന്ദ്ര ഏജൻസിയുടെ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗൂഢാലോചനയുടെ പിന്നിലേക്കുള്ള ഉന്നതരിലേക്ക് എത്താൻ ഇനി അധികം സമയം വൈകില്ല എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഹൈക്കോടതിയുടെ ഒരു കർശനമായ ഒരു വിമർശനം നിലനിൽക്കുന്നു. നടപടിയിലേക്ക് കടന്നില്ല എങ്കിൽ പോലും വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ SITക്ക് എത്രത്തോളം സമ്മർദ്ദം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ അന്വേഷണം നടത്തിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ട്രാക്കിലേക്ക് തന്നെ ഇപ്പോൾ വീണ്ടും പ്രാഥമിക ചോദ്യം ചെയ്യൽ തന്നെ ഡി മണി പറഞ്ഞത് 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ്. അത് എവിടത്തെ വിഗ്രഹങ്ങളാണ് എന്നുള്ളത് അടക്കം ഇനി അറിയേണ്ടതുണ്ട്. ചെറിയ കള്ളന്മാരിൽ നിന്ന് വലിയ കള്ളന്മാരിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തലിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് മറുപടി പറയാൻ ബാധ്യതയുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി. KC വേണുഗോപാൽ അറിയാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനാകുമോ എന്ന് വ്യക്തമാക്കണം. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും കിട്ടാത്ത അവസരമാണ് പോറ്റിക്ക് കിട്ടിയതെന്നും അതെങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. AI ഉപയോഗിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ തരം താഴ്ന്ന പ്രവൃത്തിയാണെന്നും ശിവൻകുട്ടി വിമർശിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയെ സന്ദർശിച്ചുമായി ബന്ധപ്പെട്ട് UDF കൺവീനർ ശ്രീ അടൂർ പ്രകാശ് MP നടത്തിയ വെളിപ്പെടുത്തലുകൾ അത്യന്തം ഗൗരവമുള്ള കാര്യമാണ്. രാജ്യത്തെ അതീവ സുരക്ഷാ വലയത്തിലുള്ള വ്യക്തിത്വങ്ങളിൽ ഒരാളായ സോണിയാഗാന്ധിയെ കാണാൻ ഒരു ക്രിമിനൽ കേസ് പ്രതിക്ക് ആരാണ് അവസരം ഒരുക്കി കൊടുത്തതെന്ന് തനിക്കറിയില്ലെന്ന് അടൂർ പ്രകാശിന്റെ നിലപാട് തികച്ചും ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് മറുപടി പറയാനുള്ള ബാധ്യത ഉണ്ട്. സോണിയാഗാന്ധി കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന KC വേണുഗോപാൽ അറിയാതെ ഇത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ലഭിക്കാതിരുന്ന കൂടിക്കാഴ്ച അവസരം പോറ്റിയെപ്പോലുള്ള ഒരാൾക്ക് പലതവണ ലഭിച്ചു എന്നത് നിസ്സാരമായി കാണാൻ വേണ്ടി കഴിയില്ല. ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയെന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നടക്കമുള്ള വിചിത്രമായ മറുപടിയാണ് UDF കൺവീനർ നൽകുന്നത്. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്കയങ്കി ഘോഷയാത്ര ഇന്ന് സന്നിധാനത്തെത്തും. വൈകിട്ട് തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന. നാളെയാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തീർത്ഥാടകർക്ക് നിയന്ത്രണമുണ്ട്. 30,000 പേർക്കാണ് ദർശനത്തിന് അനുമതിയുള്ളത്. ശബരിമല സന്നിധാനം തങ്കയങ്കി ഘോഷയാത്രയ്ക്കായി കാത്തിരിക്കുകയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് 18-ാം പടിക്ക് തൊട്ട് താഴെയാണ്. ഇന്ന് ഭക്തരുടെ എണ്ണം നിജപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇന്ന് വളരെ സാധാരണമായി തിരക്കൊന്നുമില്ലാതെ ഭക്തർ 18-ാം പടി വളരെ സാവധാനം കടന്നു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഏതാണ്ട് രാവിലെ ഒരു 9 മണിക്ക് ശേഷം എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അത് ഈ തങ്കയങ്കി ഘോഷയാത്ര വരുന്ന സമയം എന്നതനുസരിച്ചിരിക്കും. അങ്ങനെ ഓരോ സമയത്തും കൃത്യമായ നിയന്ത്രണങ്ങൾ പമ്പയിലും ഒപ്പം തന്നെ നിലയ്ക്കലുമൊക്കെ ഭക്തരെ കടത്തിവിടുന്നതിലുണ്ടാകും. ആകെ 30,000 ഭക്തർക്കാണ് വെർച്വൽ ക്യൂ ഉള്ളത്. 2,000 ഭക്തർക്ക് സ്പോട്ട് ബുക്കിങ്ങും. ഈ സന്നിധാനത്ത് തങ്കയങ്കി ഘോഷയാത്ര എത്തിയ ശേഷമായിരിക്കും പിന്നീട് ഭക്തരെ കടത്തിവിടുക. ഇന്ന് രാവിലെ മുതൽ തന്നെ ഏതാണ്ട് രാവിലെ ഒരു ആദ്യത്തെ കണക്ക് തന്നെ ഒരു 6 മണി വരെ ഏതാണ്ട് 16,000-ഓളം ഭക്തർ, അതായത് പകുതിയിലധികം ഭക്തർ ദർശനം നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഈ തിരക്ക്, ഇന്നത്തെ കുറവ് എന്നുള്ളത് ഈ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണാനുള്ള തിരക്കുമായി ബാധിക്കുന്നില്ല. കാരണം ഇന്നലെ മിനിയാന്നുമൊക്കെ ഇവിടെ എത്തിയ അയ്യപ്പ ഭക്തർ ഇവിടെ പലയിടത്തായി തമ്പടിച്ചും വിരിവെച്ചുമൊക്കെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാളെ 35,000 ഭക്തർക്കാണ് ദർശനമുള്ളത്. വൈകുന്നേരം എന്തായാലും ഒരു 5:30യോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. അവിടെ നിന്ന് ദേവസ്വം ബോർഡ് സ്വീകരിച്ച ഈ 18-ാം പടി കയറിയാകും സന്നിധാനത്തേക്ക് ശ്രീകോവിലേക്ക് എത്തുക. ഒരു 6:30യോടുകൂടി തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തും. ഉടൻ തന്നെ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. നാളെ രാവിലെ ഏതാണ്ട് 10:30 മുതലാണ് ഈ മണ്ഡല പൂജയ്ക്കുള്ള മുഹൂർത്തമുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ഏതാണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു. നാളെയും ഇത്തരം നിയന്ത്രണങ്ങളോടുകൂടിയായിരിക്കും ശബരിമല സന്നിധാനത്ത് ദർശനമുണ്ടാകുക. രാത്രി ഏതാണ്ട് 11 മണി വരെ ആയിരിക്കും നട തുറന്നു വെക്കുക. നാളെ അങ്ങനെ നട അടച്ചാൽ പിന്നീട് ഈ മാസം 30-ന് വീണ്ടും നട വൈകിട്ട്
തുറക്കുന്നതോടെ മകര സംക്രമ പൂജയ്ക്ക് ഉൾപ്പെടെയുള്ള മകരവിളക്കിനുള്ള ഒരുക്കങ്ങളും ഫലത്തിൽ ഉത്സവം തുടങ്ങുകയാണ്. ഇന്ന് പമ്പയിലടക്കം വിവിധ തരത്തിലുള്ള അവലോകന യോഗങ്ങളും മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കും. ഈ മണ്ഡല പൂജ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. കണ്ടത് ഇടുക്കി കല്ലാർകുട്ടി മേഖലയിലെ പട്ടയ വിഷയത്തിൽ തുടർ നടപടികൾ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കല്ലാർകുട്ടി മേഖലയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നത്. കല്ലാർകുട്ടി പ്രദേശവാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആവശ്യത്തിൽ നൂലാമാലകൾ ഉന്നയിച്ച് കർഷക കുടുംബങ്ങളെ കബളിപ്പിക്കുന്നുവെന്നാണ് ആരോപണം. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും കർഷകർക്ക് പട്ടയം നൽകാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതിനാൽ ഭൂമി പണയപ്പെടുത്തി കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം ഉൾപ്പെടെയുള്ള അടിയന്തര കാര്യങ്ങൾക്ക് പണം കണ്ടെത്തുവാനും കഴിയുന്നില്ല. ഈ മേഖലയിലെ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് പട്ടയം എന്ന കാര്യം. പക്ഷേ കല്ലാർകുട്ടി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിൽ താമസിക്കുന്ന ഏതാണ്ട് 4000-ഓളം അടുത്ത് വരുന്ന കുടുംബങ്ങൾക്ക് കുന്നത്തടി വെള്ളത്തോൽ പഞ്ചായത്തിൻ്റെ ഇരുകരയിലുമായിട്ട് താമസിക്കുന്നവർക്ക് പട്ടയ നടപടികൾ നൽകാം എന്ന സർക്കാരിൻ്റെ ഉറപ്പ് മൂലം ഇവിടുത്തെ പ്രക്ഷോഭ പരിപാടികൾ അല്പനാളത്തേക്ക് നമ്മൾ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഡിജിറ്റൽ സർവേ നടത്തി പിന്നീട് ഒരനക്കവുമില്ല. സത്യം പറഞ്ഞാൽ ഈ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തേക്കുന്നത്. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ 3500-ലധികം കുടുംബങ്ങളുണ്ട്. കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി എന്ന സമരസമിതിയുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധ സമരങ്ങൾ മുൻപ് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇവയൊന്നും അധികൃതർ മുഖവിലക്കെടുത്തില്ലെന്നും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഇവിടുത്തെ കർഷക കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. വയനാടിന്റെ ജൈവ വൈവിധ്യ ഭൂപടത്തിൽ പ്രധാനമായ പനമരം കൊറ്റില്ലം നാശത്തിന്റെ വക്കിലാണ്. ഓരോ മഴക്കാലത്തും പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന കൊറ്റില്ലം സംരക്ഷിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതി ശക്തമാണ്. ലക്ഷങ്ങൾ മുടക്കി പണി തുടങ്ങിയ ബൈനോക്കുലർ ടവറും വർഷങ്ങളായി അനാഥമായി കിടക്കുന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിരുന്നെത്തുന്ന ദേശാടന പക്ഷികളുടെ പ്രിയപ്പെട്ട താവളമാണ് വയനാട്ടിലെ പനമരം കൊറ്റില്ലം. കബനിപ്പുഴയുടെ കൈവഴികൾ സംഗമിക്കുന്ന ഈ തുരുത്തിൽ ഏഷ്യയിൽ തന്നെ അപൂർവമായി കാണുന്ന കാലിക്കൊക്ക്, ഇടക്കൊക്ക്, ചാരക്കൊക്ക്, ചെറുമുണ്ടി, ചേരക്കോഴികൾ, പാതിരക്കൊക്കുകൾ, ചിന്നമുണ്ടി, കാലിമുണ്ടി, പെരുമുണ്ടി തുടങ്ങി സൈബീരിയൻ കൊക്കുകളടക്കം നിരവധി ഇനങ്ങളാണ് പ്രജനനത്തിനായി എത്തുന്നത്. പക്ഷി നിരീക്ഷകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് പനമരത്തെ ഈ പക്ഷി സങ്കേതം. പക്ഷികൾ കൂടുകൂട്ടാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്ന ഇവിടുത്തെ സമൃദ്ധമായ മുളങ്കൂട്ടങ്ങൾ പ്രളയത്തിലും മറ്റുമായി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഒരേക്കറിലധികം വിസ്തൃതിയുണ്ടായിരുന്ന കൊറ്റില്ലം ഇപ്പോൾ 50 സെന്റിൽ താഴെയായി ചുരുങ്ങി. വശങ്ങൾ ഇടിഞ്ഞും വലിയ വിള്ളലുകൾ രൂപപ്പെട്ടും കൊറ്റില്ലം അപകടാവസ്ഥയിലായിട്ടും സംരക്ഷണ ഭിത്തി കെട്ടാൻ അധികൃതർ തയ്യാറാകുന്നില്ല. 2019 സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലെ തീരുമാനങ്ങളെല്ലാം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുകയാണ്. 20-ൽ പരം ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷികൾ വർഷാവർഷം വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2000-ൽ കൂടുതൽ പക്ഷികൾ നിലവിൽ എല്ലാ മെയ് മാസവും വന്ന് ഒരു ഡിസംബർ പകുതിയോടെ ഇവിടുന്ന് വേറെ ഭൂഖണ്ഡത്തിലിട്ട് പോകാറുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഒരു മെയ്യിൽ ആണ് ഇനി ഈ ദേശാടന പക്ഷികൾ ഈ കുറ്റത്ത് വരുള്ളൂ. കുറ്റിലത്ത് ഇപ്പോൾ 2 വെള്ളപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം കുറ്റിലം നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നമ്മളത് സംരക്ഷിച്ചില്ലെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പനമരം BMCയും ചേർന്നാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു 2-3 വർഷം മുന്നേ കുറച്ച് മുളകളും വെച്ചു എന്നല്ലാണ്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി കുറേ മുളകളും ഓടകളൊക്കെ വെച്ച് അത് സംരക്ഷിച്ചാൽ മാത്രമേ കൊറ്റില്ലം നിലനിന്ന് പോവുകയുള്ളൂ. കൊറ്റില്ലത്തിന്റെ നാശം ഒരു വശത്ത് തുടരുമ്പോൾ ലക്ഷങ്ങൾ മുടക്കിയ ടൂറിസം പദ്ധതികളും അധികൃതർ പാഴാക്കുകയാണ്. പക്ഷികളെ നിരീക്ഷിക്കാനായി പനമരം വലിയ പാലത്തിന് സമീപം നിർമ്മാണം ആരംഭിച്ച ബൈനോക്കുലർ ടവർ 10 വർഷമായി അനാഥമായി കിടക്കുന്നു. ആദ്യം പണിത കെട്ടിടം അപാകതകൾ മൂലം പൊളിച്ചു നീക്കി രണ്ടാമത് തുടങ്ങിയ നിർമ്മാണം 1ാം നിലയുടെ വാർപ്പ് കഴിഞ്ഞതോടെ നിലച്ചു.
ഇന്ന് ഈ കെട്ടിടം കാടുമൂടി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഒരു ടവർ സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പനമരം പോലീസ് സ്റ്റേഷൻ റോഡിൽ ടൗണിനോട് ചേർന്ന് ഒരു ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. അറിയാം, ഇപ്പോഴത്തെ കണക്ക് തന്നെ അതൊരു 60 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു 10 വർഷമായി ഈ കാട് മൂടിക്കിടക്കുന്ന ഈ കെട്ടിടത്തിന് ഇതുവരെ ഒരു പരിപാടി നടത്താനോ അല്ലെങ്കിൽ അതൊരു കാട് നീക്കുവാനോ ഇതിനുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവർ സാമൂഹ്യ ദ്രോഹികളാണ് ഇതിനകത്ത് മുഴുവൻ കിടക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും നിലക്ക് ടവർ ബൈനോക്കുലർ ടവർ നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വേറെ വനപഞ്ചായത്തിനെങ്കിലും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ടൗണിന്റെ പുരോഗതിക്കായ രീതിയിൽ ഈ കെട്ടിടത്തിനെ ഉപയോഗപ്പെടുത്തണമെന്ന് നാട്ടുകാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ജില്ലയിലെ ടൂറിസം മേഖലയുടെ തന്നെ അവിഭാജ്യ ഘടകമായ ഈ പക്ഷിസങ്കേതം ഇല്ലാതാകുന്നത് വയനാടിന് നികത്താനാവാത്ത നഷ്ടമാണ്. ദേശാടന പക്ഷികൾക്കായി പ്രകൃതി കാത്തുവെച്ച ഈ വിസ്മയം ഇല്ലാതാകുമ്പോൾ ഒരു കാലഘട്ടത്തിന്റെ ജൈവ വൈവിധ്യമാണ് പുഴയോട് ചേരുന്നത്. മുൻ MP രാഹുൽ ഗാന്ധി നേരിട്ടെത്തി സംരക്ഷണം അനിവാര്യമാണെന്ന് ഓർമ്മിപ്പിച്ചിട്ടും നടപടികൾ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. അപൂർവങ്ങളായ ഈ പക്ഷിക്കൂട്ടങ്ങളുടെ നിലനിൽപ്പിനും കൊറ്റില്ലത്തിന്റെ സംരക്ഷണത്തിനും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പനമരത്തിന്റെ അടയാളമായ ഈ പച്ചത്തുരുത്ത് വരും തലമുറയ്ക്ക് മുന്നിൽ വെറും ചരിത്രരേഖകളിൽ മാത്രമായി ഒതുങ്ങും. ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. ഒറ്റപ്പാലം കണിയംപുറത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. ചേലക്കര പഴയന്നൂർ സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ മണികണ്ഠനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെ ക്യാന്റീനിലെ ജീവനക്കാരനാണ് മണികണ്ഠൻ. ഒരേ ദിശയിൽ സഞ്ചരിച്ച വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 9 മണി വാർത്ത പൂർണ്ണമാകുന്നു. ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. നമസ്കാരം.